സർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സർക്കാർ ഏതാണ്ട് ഇറങ്ങിപ്പോകുന്ന സമയത്താണ് വിവാദപരമായ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. കേരളത്തിലെ സ്കൂളുകളെ നരേന്ദ്രമോദിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് കാവ്യവൽക്കരിക്കാൻ സാധിക്കില്ല. സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കനുസൃതമായി കേരളത്തിലെ പാഠ്യപദ്ധതിയെയും കേരളത്തിലെ കുട്ടികളെയും കാവ്യവൽക്കരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് PM ശ്രീ പദ്ധതിക്കെതിരെ ഘോരം സമരവും മുദ്രാവാക്യങ്ങളും ഉയർത്തിയിരുന്ന ആളുകളാണ് ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ, പ്രത്യേകിച്ച് CPM-ഉം CPI-യും. എന്നാൽ അത്യാവശ്യ സൗകര്യങ്ങൾക്ക് അടിസ്ഥാന വികസനത്തിന് വേണ്ടി ഫണ്ട് കിട്ടാനുള്ളത് കൊണ്ട് കോടിക്കണക്കിന് രൂപ കിട്ടിയാലേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളൊരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രിസഭയിലോ അതുപോലെ തന്നെ കൂട്ടുത്തരവാദിത്വമുള്ള ഘടകകക്ഷികളുമായി ആലോചിക്കാതെ, മുന്നണിയിലോ ആലോചിക്കാതെ പിണറായി വിജയനും അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ശിവൻകുട്ടിയും ചേർന്ന് നരേന്ദ്രമോദിയുടെ PM ശ്രീ പദ്ധതി അംഗീകരിക്കുന്നതായി ഒപ്പുവെച്ചു കൊടുക്കുകയായിരുന്നു. അതിന്റെ MOU-വിൽ ഒപ്പുവെക്കുകയായിരുന്നു. പിന്നീട് ഈ വിഷയം പുറത്തു വന്നപ്പോൾ CPI അതിനിശിതമായ നിലപാടെടുത്തു. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല. പദ്ധതിയിൽ പിണറായി വിജയൻ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിന്റെ പേരിൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള കരാറാണ്, അതിൽ ഒപ്പുവെച്ചതിന്റെ പേരിൽ ചില ഫണ്ടുകളും കേന്ദ്രത്തിൻ്റെതായി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് CPI-യുടെയും മറ്റുള്ള ചില സംഘടനകളുടെയും എല്ലാം സമ്മർദ്ദം മൂലം പിണറായി വിജയൻ MOU ഒപ്പിട്ട് PM ശ്രീ പദ്ധതി തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നതായി കേന്ദ്രത്തിനെ അറിയിച്ചത്. എന്നാൽ പദ്ധതി ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തി. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിന്റെ സെക്രട്ടറിയുടെ ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ടല്ലോ, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? PM ശ്രീയുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമാണ് പുതിയ സർക്കാർ കൈക്കൊള്ളുന്നത് എന്ന് ചോദിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഷംസുദ്ദീൻ വെട്ടിലാകുന്ന തരത്തിലായിരുന്നു. കാരണം അന്ന് PM ശ്രീ പദ്ധതിയെ എതിർത്തിരുന്നതിൽ മുൻപിൽ നിന്നിരുന്ന UDF-ന്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. ഒരു കാരണവശാലും കേരളത്തിലെ സ്കൂളുകളിലെ കാവ്യവൽക്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്, നരേന്ദ്രമോദിയുടെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മുസ്ലിം ലീഗും സമരം പ്രഖ്യാപനം നടത്തി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രതികൂല നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ മന്ത്രിയായ N. ഷംസുദ്ദീനോട് ഈ ചോദ്യം മാധ്യമങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമല്ല. കൂടിയാലോചനകളിലൂടെ മാത്രമേ സംസാരിക്കാനും തീരുമാനത്തിലേക്കും എത്തിച്ചേരാൻ സാധിക്കൂ. ഒരു സർക്കാർ എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയായ ഒരു എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കൂട്ടായ ഒരു തീരുമാനത്തിലൂടെ അല്ലാതെ ഇപ്പോൾ ഒരു മറുപടി പറയുക അസാധ്യമാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്നെടുത്ത ഒരു തീരുമാനം, MOU ഒപ്പിട്ട് ഫണ്ടും വാങ്ങിച്ച ഒരു പദ്ധതി, അതിന്മേൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു പിന്മാറ്റം നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഷംസുദ്ദീൻ പറഞ്ഞത്. ഫലത്തിൽ PM ശ്രീ പദ്ധതിയെ എതിർത്തിരുന്ന ആളുകൾ തന്നെ പോയി അതിൽ ഒപ്പിട്ട് കൊടുത്തു, പണം വാങ്ങി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള സർക്കാരിന് ഒറ്റയടിക്ക് ആ പദ്ധതിയിൽ നിന്ന് തലയൂരാൻ പറ്റാത്ത രീതിയിൽ പിണറായി വിജയൻ വെട്ടിലാക്കിക്കൊണ്ടാണ് പോയത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? ഈ ഫണ്ടിന്റെ പ്രശ്നം ആണ് സംസ്ഥാന ഗവൺമെന്റിനെ അലട്ടുന്ന പ്രശ്നം. ഇപ്പോഴല്ല, നേരത്തെയും ആണ്. പണ്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണമുള്ള ഫണ്ട് കേരളത്തിന് അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ അല്ലെ പക്ഷപാതിത്വം ഏർപ്പെടുത്തും. ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ടതായ ഫണ്ടുകൾ അനുവദിക്കുകയുള്ളൂ എന്നുള്ള നിലപാട് കേന്ദ്രമെടുത്തു. അപ്പോൾ വേറെ യാതൊരു മാർഗവും അന്നത്തെ സമയത്ത് പിണറായി വിജയന് വേറെ യാതൊരു മാർഗവുമില്ല. ആ കാശ് കിട്ടിയിട്ട് വേണം അടിയന്തര ചെലവുകൾ പോലും നടത്താനായിട്ട്, അതായത് പലരും മന്ത്രിമാർ ആശുപത്രി ചെലവുണ്ടെങ്കിൽ അത് വരെ നടത്താനായിട്ട് PM ശ്രീ പോലുള്ള പദ്ധതിയിൽ നിന്നും കാശ് കിട്ടിയിട്ട് വേണമായിരുന്നു നടത്താൻ. അതായത് പൂച്ചപെറ്റ് കിടന്ന ഖജനാവിലേക്ക് PM ശ്രീ ഒരു പുതിയ ഉണർവുമായി വരികയായിരുന്നു. സതീശിനെ തെറ്റിപ്പോ പൂച്ചയല്ല, പൂച്ച കുടിക്കാൻ പോയി എലി അവിടെ ചത്ത് കിടന്നേ, എലി തന്നെയാ പറ്റി കിടന്നേ. പൂച്ചയാണെ പോട്ടെന്ന് വയ്ക്കാം, പൂച്ച പറ്റെങ്കിൽ കുറെ കൂടെ പൂച്ച ഉണ്ടാവും, ഇത് എലിയ എന്താ ഉണ്ടാകുന്ന അറിയത്തില്ല. അപ്പം ഇത് വളരെ വ്യക്തമായിട്ട് ക്ലിയർ കട്ടായിട്ട് പറയുകയാണ്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് ഇന്ന് ഒരു വലിയ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഈ
ട്രാൻസ്പെറൻസി, സുതാര്യത എന്ന് പറയുന്നത് ഒന്ന് എപ്പോൾ ഭരണകൂടത്തിന് നഷ്ടപ്പെടുന്നു അന്ന് അതിൽ സുതാര്യത നഷ്ടപ്പെട്ട ഭരണകൂടം അതിൽ ആ ഇടപാടുകളിലെല്ലാം കള്ളത്തരം അല്ലെ കറപ്റ്റായിട്ടുള്ള ആൾക്കാർക്ക് കടന്നു വരാനുള്ള അവസരമുണ്ടാകും. PM-ശ്രീ പദ്ധതിയുടെ യഥാർത്ഥത്തിൽ ഒരു ഇതുപോലെ ഇപ്പോൾ ധനകാര്യസ്ഥിതിയെക്കുറിച്ച് അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെക്കുറിച്ച് നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു ധവളപത്രം പോലെ എന്താണ് PM-ശ്രീ പദ്ധതി, അതുകൊണ്ട് എന്ത് കേരളത്തിന് പ്രയോജനമുണ്ടോ, വിദ്യാഭ്യാസ രംഗത്തെ പ്രയോജനമുണ്ടോ, അധ്യാപകർക്ക് പ്രയോജനമുണ്ടോ, നാളത്തെ പുരോഗതി എങ്ങനെയായിരിക്കും, ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രയോജനമുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ വളർന്നു വരുന്ന കുട്ടികൾ അത് ഏതു തരത്തിൽ സ്വാധീനിക്കും, വർഗീയവൽക്കരണം നടക്കുന്നുണ്ടോ, ഇതെല്ലാം വിശദമായി ഒരു ധവളപത്രമായിട്ട് പോരുകയും നിയമസഭയിൽ അതുപോലുള്ള വേദികൾ ചർച്ച ചെയ്യുകയും ചെയ്യാം. ഇത് നിയമസഭ മാത്രം ചർച്ച ചെയ്യണമെന്നില്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്യാം. അതിൽ കൂടെ താഴോട്ട് ബ്ലോക്ക് പഞ്ചായത്ത്, അത് സുതാര്യതയും ജനാധിപത്യവൽക്കരണവും ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ കേന്ദ്രത്തിന് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നത്. അപ്പം നല്ല പദ്ധതിയാണ് സ്വീകരിക്കാനുള്ള സന്മനസ് കാണിക്കണം. PM-ശ്രീ പ്രയോജനമുള്ള പദ്ധതിയാണ് സ്വീകരിക്കാൻ പിന്നെ മാത്രമല്ല ഇപ്പം തിരിച്ച് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസ രംഗത്തെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് പദ്ധതികൾ കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പരീക്ഷ പോലും, അഖിലേന്ത്യാ പരീക്ഷ പോലും, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത കേന്ദ്ര ഗവൺമെന്റിനെ വിശ്വസിച്ച് ഈ പദ്ധതി എങ്ങനെ കേരളം നടപ്പാക്കും? ഒരു കുട്ടി ആത്മഹത്യ പോലും ചെയ്ത ഒരു സംഭവമാണ് ഇന്നലെ ഒരു കുട്ടിയുടെ അതിദാരുണമായ ആത്മഹത്യ. ഇങ്ങനത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നിലനിൽക്കുമ്പോൾ ഈ പ്രധാനിയും അല്ലെങ്കിൽ കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെയും വിശ്വസിച്ച് എങ്ങനെ ഇതുപോലെ നിർണായകമായ ഒരു തീരുമാനമെടുക്കും? ആ ചോദ്യം ഇപ്പോൾ ഷംസുദ്ദീന് ചോദിക്കാം, സതീശന് ചോദിക്കാം. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ കേന്ദ്ര ഗവൺമെന്റ് ബാധ്യസ്ഥരാകും. അത് ജനങ്ങളോട് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രശ്നമില്ല. തീർച്ചയായും നീറ്റ് പേപ്പർ ചോർച്ച പോലുള്ള ഒരു സംഭവം വന്നപ്പോൾ തന്നെ അനവധി കുടുംബങ്ങളുടെ പ്രതീക്ഷയും അനവധി കുടുംബങ്ങളുടെ കുട്ടികളുടെ മാനസിക നില തന്നെ തെറ്റുന്നു. ഒത്തിരി കുട്ടികൾ ആത്മഹത്യയിലേക്ക്, ഇനി കുറെ കുട്ടികൾ ആത്മഹത്യയുടെ വക്കിലാണ്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ വായിക്കും, അക്ഷരാർത്ഥത്തിൽ നമുക്ക് മനോവേദന ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ സമ്പ്രദായം എന്ത് പറ്റി, ഈ സമ്പ്രദായത്തിന് എന്ത് പറ്റി, സിസ്റ്റത്തിന് എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയിൽ ഇങ്ങനെ ഒരു നടപടിക്രമങ്ങളുമായി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷംസുദ്ദീന്റെ ആ ഒരു സംശയം വളരെ അർത്ഥവത്ത് തന്നെയാണ്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ലീഗ് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞിരുന്നതാണ് ഒരു കാരണവശാലും ഇത് അനുകൂലിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, ലീഗിന്റെ ഒരു മന്ത്രി പറയുന്നത് എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നേരത്തെയുള്ള നിലപാടിൽ നിന്ന് അവധാനതയോടുകൂടി ഈ വിഷയത്തെ അവർ സമീപിക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? അല്ല, ഇത് കാണിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, PM-ശ്രീ പദ്ധതി ഇപ്പോൾ തൽക്കാലം ഓടിപ്പിടിച്ച് കേന്ദ്ര ഗവൺമെന്റിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു എഗ്രിമെന്റ് ഒപ്പിട്ട്, കരാർ ഒപ്പിട്ട് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് നമ്മൾ നടത്തുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നുള്ള രീതിയിൽ പറയുകയും നിയമസഭയിൽ അതിന് അനുകൂലമായൊരു പ്രമേയം പാസാക്കി അത് തിരിച്ചയക്കാനുള്ള അത്തരം മോഡിഫിക്കേഷൻ സജസ്റ്റ് ചെയ്യാൻ പലതരത്തിലാകാം. ഇനി പൈസ ഇല്ലാത്തതിന്റെ പേരിലാണ് കേരള ഗവൺമെന്റ് ഒപ്പിട്ടതെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ മനോരമ പിണറായി വിജയന്റെ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പിന്റെ കണക്ക് വന്നിട്ടുണ്ട്. നിസ്സാരം നമ്മുടെ കൺമുമ്പിലുള്ള പൈസ സർക്കാരിന് കിട്ടാതെ ഇടനിലക്കാർ അടിച്ചെടുത്തോണ്ട് പോകുന്നതാണ്. കൊച്ചിയിലെ വേളി മൈതാനം, ഫോർട്ട് കൊച്ചി മൈതാനം, ക്രിസ്മസ് ആഘോഷവും ന്യൂ ഇയർ ആഘോഷമൊക്കെ നടത്തുന്ന പലവിധ പരിപാടികൾക്ക് വാടക കൊടുക്കുന്ന കോർപ്പറേഷൻ അല്ലെന്ന് മാത്രം, മെയിൻ്റനൻസ് മാത്രം കോർപ്പറേഷന്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ ഇഷ്ടം പോലെ പരിപാടി നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈസയൊന്നും കോർപ്പറേഷന് കിട്ടുന്നില്ല. അതുപോലെ കൊച്ചിയിൽ തന്നെ പല കെട്ടിടങ്ങളും സ്ഥലങ്ങളും ഇപ്പോഴും ആരുടെ കയ്യിലിരിക്കുന്നു? പ്രൈവറ്റ് വ്യക്തികൾ നടത്തി കാശ് മേടിക്കുകയാണ്. ഇതിൽ കൊച്ചി ആ ഒറ്റ സ്പോട്ടിൽ നിന്ന് മാത്രം കിട്ടുമായിരുന്ന കോടികൾ നഷ്ടപ്പെടുകയാണ്. ചെറിയ ചെറിയ ഉദാഹരണമാണ്, വളരെ ചെറിയ ഉദാഹരണം. അത് ആ വിഷയം സംസാരിച്ചപ്പോൾ മറ്റൊരു കാര്യം കൂടി എൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നതാണ്. ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് കരുതരുത്. നമ്മുടെ കൊച്ചിയിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കല്ലൂര്, ആ സ്റ്റേഡിയം പണി കഴിച്ചതിന് ശേഷം അവിടെ അതിനുള്ള കടമുറികൾ, ധാരാളം കടമുറികളുണ്ടായിരുന്നു. അതെല്ലാം അന്നത്തെ കാലത്ത് നിസാര തുകയ്ക്ക് ലേലം കൊണ്ട ആളുകള്, വാടക ചീട്ടെഴുതി എടുത്ത ആളുകള് പിന്നീട് അത് മറിച്ചു കൊടുത്തത് കോടിക്കണക്കിന് രൂപയ്ക്കാണ്. ഇപ്പോഴും അവിടെ കോർപ്പറേഷന് തുച്ഛമായ തുകയാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആദ്യം ലേലം കൊണ്ട ആളുകളല്ല ഇപ്പൊ അത് നടത്തുന്നതെന്നുള്ള ഒരു ഭീകരമായൊരു അവസ്ഥയാണ് അവിടെ സംജാതമായിരിക്കുന്നത്. കാരണം അന്ന് നിസ്സാര തുകയ്ക്ക് ലേലം വിളിച്ച് അല്ലെങ്കിൽ വാടക ചീട്ട് എഴുതി എടുത്ത ആളുകള് അത് മറിച്ച് കൈമാറി അവർ കോടീശ്വരന്മാരായി എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ കൊച്ചി വേളി വാടകയ്ക്ക് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട്, മൈതാനം വാടകയ്ക്ക് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം.
ഇത് അപ്പോൾ അവിടെ പൈസ ഇല്ലാത്തതിന്റെ പേരിലാണ് കേരള ഗവൺമെന്റ് പറഞ്ഞ് ഒപ്പിട്ടെങ്കിൽ പൈസ ഇവിടെ കക്കാൻ വേണ്ടി ഇല്ലാത്തവനാണ്. അതാണ് ഇവിടെ പ്രശ്നം വന്നത്. ധനവിനിയോഗം കൃത്യമായ രീതിയിലല്ല വിനിയോഗം നടക്കുന്നത് എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ ഈ നമ്മുടെ ഈ എറണാകുളത്തിന്റെ 50 കിലോമീറ്റർ ചുറ്റുള്ള താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മഹാരാജ് കോളേജിന്റെ സ്റ്റേഡിയത്തിൽ ഇതേ തട്ടിപ്പ് തന്നെ നടന്നു. അത് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ടേക്കപ്പ് ചെയ്തത് കളക്ട് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും വീണ്ടും എന്തോ ഇടപാട് വരുന്നു. ഇവരെല്ലാം കേസിൽ പോകാനുള്ള പ്രൊഫഷൻ കാണും. ഞങ്ങൾ ഇത്ര വർഷമായിട്ട് അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ ഒഴിപ്പിക്കരുത്. ഉടനെ ഇവർ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒഴിപ്പിക്കൽ തുടങ്ങി. ഇപ്പോൾ കൊച്ചിയിലും തൃപ്പൂണിത്തുറയിലും നടക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ അനധികൃതമായി പാവം പിടിച്ചതിന്റെ കയ്യിലല്ല, സമ്പന്നന്റെ കയ്യിൽ ഇവര് വേണമെങ്കിൽ പോയി സമ്പന്നന്മാരുടെ കയ്യിലാണ് കെട്ടിടങ്ങൾ നീന്തണം. AKG സെന്ററിന്റെ പകുതി ഭാഗം അടിച്ചെടുത്തോണ്ട് പോയതല്ലേ സ്ഥലം. അപ്പൊ ഈ സ്ഥലങ്ങളെല്ലാം ഉള്ളപ്പോ ഇതിന്റെ എല്ലാം സമ്പത്ത് മാത്രം കൂട്ടിയാൽ മതി. എന്നിട്ടാണ് ഇവരുടെ വാചകടി പൈസ ഇല്ല തെണ്ടുകാണ്, പിച്ചായ പോലെ തെണ്ടുന്ന പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ മൂലം ഞങ്ങൾ അതിന് ഒപ്പുവയ്ക്കാൻ MOU ഒപ്പുവയ്ക്കാൻ ബാധ്യസ്ഥരായി എന്നൊക്കെയാണ് അന്ന് പറഞ്ഞു കേട്ടത്. അത് ഒരു കാരണവശാലും CPI എന്ന ഒരു ഘടകകക്ഷി അംഗീകരിച്ചില്ല, ഞങ്ങളോട് ആലോചിച്ചില്ല, മന്ത്രിസഭയിൽ ആലോചിച്ചില്ല, കൂട്ടായ തീരുമാനമല്ല, അതുകൊണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞതോടുകൂടി താൽക്കാലികമായത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ വരുന്ന സർക്കാരുകൾക്ക് അത് കീറാമുട്ടിയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. എല്ലാ നടപടി അങ്ങനെയാകും. പക്ഷെ അതിന് മറികടക്കാൻ ഇച്ഛാശക്തി വേണം. അവിടെയാണ് ജനങ്ങളുടെ സപ്പോർട്ട് വേണ്ടത്. ഇപ്പൊ ഈ രീതി ഞാൻ പറഞ്ഞ ഉദാഹരണം പറഞ്ഞ PM-ശ്രീ പദ്ധതി നടപ്പാക്കിയത് കേരളത്തിന്റെ ധനകാര്യ ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്നുള്ള ആർഗ്യുമെന്റ് ശരിയായ ഒരു ധനകാര്യ മാനേജ്മെന്റോടെ കേരളത്തിലുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വാദത്തിന് യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഞാൻ ആർഗ്യൂ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, വിദ്യാഭ്യാസ രംഗത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എവിടെ പിടിയും കിട്ടുന്നില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ ബില്ല് ഏറ്റവും കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വിപ്ലവകരമായ ബില്ലാണ്, മുണ്ടശ്ശേരി മാസ്റ്റർ ബില്ലാണ്, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഏറ്റവും വലിയ നേട്ടമാണെന്ന് പറയുന്നുണ്ട്. ഇനി വിദ്യാഭ്യാസ ബില്ലുകൊണ്ട് എന്തായിരുന്നു നേട്ടം ഉണ്ടാകേണ്ടത്? ഒന്ന്, വിദ്യാർത്ഥികളുടെ അധ്യയന നിലവാരവും അറിവും വർദ്ധിക്കണം, കോളേജുകളിലെയും സ്കൂളുകളിലെയും സൗകര്യം വർദ്ധിക്കണം, അധ്യാപകർക്ക് മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ഉണ്ടാകണം. ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഒറ്റ അർത്ഥത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ബില്ല് അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിന് ഭാരമായി. ഏത് രംഗത്താണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സേവന നിലവാരം വർദ്ധിച്ചത്? ഒരു കൊള്ളാവുന്ന ശാസ്ത്രജ്ഞൻ, അറിയപ്പെടുന്ന ഗവേഷകൻ കൂടിയായ ഒരു ഡോക്ടർ എത്ര പേരുണ്ട് കേരളത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്? മറ്റു സ്റ്റേറ്റിൽ നിന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ കേരളത്തിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ള അറിയപ്പെടുന്ന കൊള്ളാവുന്ന ഒരു എഞ്ചിനീയർ, ഒരു വക്കീല്, ഇപ്പോൾ ഈ ശ്രീധരനെ പോലെ ഒരു എഞ്ചിനീയർ കൂടി ഉണ്ടായിട്ടുണ്ട്. അക്കാദമിഷ്യന്മാരുണ്ടാവുന്നില്ല. വിദ്യാഭ്യാസ രംഗം ആ രംഗത്ത് പരാജയപ്പെട്ടു. അതിനേക്കാൾ ഞാൻ പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഒന്നാമതും രണ്ടാമതൊന്നുമില്ല, ഏറ്റവും താഴെയാണെന്ന് പറയുന്നതിന്റെ കാരണം കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ രംഗത്ത് അലസതയും കൈക്കൂലിയും അഴിമതിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം അവർക്ക് കിട്ടിയ പ്രാഥമിക വിദ്യാഭ്യാസം മൂല്യങ്ങൾ പഠിപ്പിച്ച വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയാണ്. ആ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ ബൈ പ്രോഡക്റ്റാണ് ഈ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥന്മാർ. ആ അർത്ഥത്തിൽ ധാർമ്മികമായ വിദ്യാഭ്യാസത്തിന്റെ മൗലികമായ അർത്ഥത്തിൽ മനുഷ്യ സംസ്കാരത്തിന്റെ വളർച്ചയുണ്ടാകണമെന്നുള്ള ആ അർത്ഥത്തിൽ പോലും നമ്മുടെ വിദ്യാഭ്യാസ ബില്ല് പരാജയപ്പെട്ടു. അധ്യാപകരുടെ ശമ്പള വർധനവ്, ശമ്പള സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന അർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നടക്കുന്നില്ല, നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതിനെ മറികടക്കാനാണ് ഇപ്പോൾ PM-ശ്രീ കൊണ്ടുവരുന്നത്. ഇവരിപ്പോൾ പരീക്ഷയുടെ കാര്യം കണ്ടു, അതിന്റെ രഹസ്യങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. അവർക്കും പരിഷ്കാരം നടത്തി എന്ന് നാട്ടുകാരെ പറയും. ഇവർക്ക് കേരളത്തിന് ഗവൺമെന്റിന്റെ കാശ വേണമെങ്കിൽ, ആരുടെ? കേന്ദ്ര ഗവൺമെന്റിന്റെ കാശ വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് വേണ്ട, ലോകബാങ്കിന്റെ കാശ വേണ്ടത്, യുനെസ്കോയുടെ പൈസ വേണം. ഇത് രണ്ടും കണക്കുകൾ ഉണ്ടാക്കി മുകളിലുള്ളവരെ പറ്റിച്ച് കുറെ പൈസ അടിച്ചെടുക്കാൻ നോക്കുന്ന പരിഷ്കാരങ്ങളാണ് ഈ പറയുന്ന PMYയും പിന്നെ എൻട്രൻസ് എക്സാമിനേഷനും ഇവിടെ പിണറായി വിജയൻ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ ഒരു അഴിച്ചുപണി തന്നെ വേണ്ടതായി വരും. അല്ലെങ്കിൽ അത്തരം വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായി കൂടിയാലോചിച്ച് സ്വീകാര്യമായത് സ്വീകരിക്കണം. PM-ശ്രീയിൽ നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിക്കണം എന്ന് തന്നെയാണ് രാജ്മോഹൻ സാർ പറഞ്ഞത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ചകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നല്ല നല്ല ചർച്ചകൾ ഉണ്ടാകട്ടെ, നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. കേരളത്തിന്റെ വിദ്യാഭ്യാസ ഘടനയ്ക്ക്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥി സമൂഹത്തിന്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുഗുണമായ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കാം.